പലരും വിളിച്ചിട്ട് സാറേ ഞങ്ങൾക്കൊരു വീട് പണിയണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ പലപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം അവരോടെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വളരെ നോളജ്ഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെയോ നിങ്ങൾ തുടക്കം പോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ സ്ഥലം മേടിച്ചവരായിക്കോട്ടെ മേടിക്കാത്തവരാണെങ്കിൽ ആ എഞ്ചിനീയറിനെ കൂടെ നിങ്ങളുടെ ഈ ഒരു വിഷൻ്റെ ഭാഗമാക്കി നിങ്ങൾ സ്ഥലം എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ കൂടെ അത് ഒരു അഭിപ്രായം ചോദിക്കുവാണെങ്കിൽ തീർച്ചയായും പലപ്പോഴും പല സ്ഥലത്തിനും പല ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യലുള്ളത്. അതുപോലെ തന്നെ പല ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നമുക്കൊരു വ്യൂ ഒപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ വാസ്തുപരമായ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുയോജ്യമായ സ്ഥലം സെലക്ട് ചെയ്യാനായിട്ട് തുടക്കത്തിൽ തന്നെ ഒരു ആർക്കിടെക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിൻ്റെ സേവനം നമുക്ക് പലപ്പോഴും പ്രയോജനപ്പെട്ടെന്ന് വന്നേക്കാം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ ലാൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എഫക്റ്റ്ലി നമ്മൾ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെ പെർമിറ്റ് ക്ലിയർ ചെയ്യണം. പെർമിറ്റ് ക്ലിയർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സോയിൽ ഡെവലപ്മെൻറ്റ് പെർമിറ്റ് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ കോർപ്പറേഷൻ വാങ്ങിക്കേണ്ടതാണ്.